ഇപ്പോൾ ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് പത്മജ വേണുഗോപാൽ ബി.ജെ.പി. അംഗത്വം സ്വീകരിക്കാനായി എത്തിച്ചേരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പത്മജ വേണുഗോപാലിനൊപ്പം പ്രകാശ് ജാവദേക്കറെ കാണാം. ജെ.പി. നദ്ദയിൽ നിന്നാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പി. അംഗത്വം സ്വീകരിക്കുക. കോൺഗ്രസിൽ നിന്ന് തുടർച്ചയായി അവഗണന നേരിടേണ്ടി വന്നുവെന്ന് കാണിച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ എത്തുന്നത്. ബി.ജെ.പി. നിരവധി വാഗ്ദാനങ്ങൾ പത്മജ വേണുഗോപാലിന് നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം അടക്കം നിരവധി വാഗ്ദാനങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകളാണ് പത്മജ വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇത് വലിയ ക്ഷീണമുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് എത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പത്മജ വേണുഗോപാൽ ഇപ്പോൾ അംഗത്വം സ്വീകരിക്കാനായി ബി.ജെ.പി. ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ജെ.പി. നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ജെ.പി. നദ്ദ എത്തിയിട്ടുണ്ടോ? ഉടൻ തന്നെ ബൽറാം നെടുങ്ങാടിയിലേക്ക് എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ അംഗത്വം സ്വീകരിക്കാൻ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ബി.ജെ.പി. ആസ്ഥാനത്താണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഉള്ളത്. പ്രകാശ് ജാവദേക്കറിനെ, കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറെയും ഒപ്പം കാണാം. ഒപ്പം മറ്റ് ബി.ജെ.പി. നേതാക്കളുമുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ജെ.പി. നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ജെ.പി. നദ്ദയെ ദൃശ്യങ്ങളിൽ കാണുന്നില്ല. അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ടോ? പ്രവിധ, നിലവിൽ ഇപ്പോൾ ജെ.പി. നദ്ദ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന അല്ലെങ്കിൽ അംഗത്വം പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിക്കുന്ന വേദിയിൽ ഇല്ല. സാധാരണ നിലയിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ഈ വേദിയിൽ എത്തി അംഗത്വം നൽകുക വളരെ അപൂർവമായി മാത്രമാണ് സംഭവിക്കാറുള്ളത്. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടക്കുന്ന അംഗത്വ നൽകുന്ന ചടങ്ങുകളിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുക്കാറുള്ളത്. നിലവിൽ എന്നാൽ ദേശീയ ആസ്ഥാനത്ത് അദ്ദേഹത്തെ And this is what is going to happen now. Till the results, you will see many more things. In our party, it is Modiji's leadership. Country is doing all kinds of progress. He has done tremendous things for Kerala, and therefore people are coming. So I welcome Padmajaji, and I can say proudly that in our party, we give everybody respect, responsibility and role. So that we are going to offer everybody, and she will be, we have really a good campaigner now in you. Thank you. मेरा आग्रह होगा माननीय प्रकाश जावड़ेकर जी और माननीय अरविंद मेनन जी से कि आप सदस्यता पत्र और बुके लेकर आइए. डालता हूँ, आप दे दो. ये फिर से पर्ची दिखाना, वो भी करते हैं. वेरी गुड, वेलकम. Yes, yes. Very good. So we are very happy, and Kerala, as I said, and Prime Minister has given us a target. We are going to create history in this election. And now over to you. And tomorrow we are going to Thiruvananthapuram. And before I introduce her to my party people, she has already talked to more than 50 people in our party. Over to you. I'm so happy, little bit tensed because I stood with my party for so many years. For the first time, I am changing a party because I was not happy with Congress party for so many years, especially last assembly election. So I complained in the
high command, but there is no response. So many times, and I came to see the leadership 2 or 3 times. They didn't give me an appointment. My father had same experience, that I think, because I was with my father for last 17 years, because my mother was no more. So I think because I was with my father for last 17 years, because my mother was no more. So I was with my father. So I know everything. He was very unhappy. He went from the party and came back last in his days. So same experience for me also. That's why I took a decision. That's all. Because I didn't ask anything to them. I want to work peacefully. That's the only thing. And if each party have strong leadership should be there. In the Congress party, there is no leadership. I know how to, because I have great respect to Madam Sonia ji, but I can't see her because she didn't give appointment to anybody. So last so many, I think I talked to the press people about my sorrows, everything. These people all know, I think. But there is no response. That's why I took a decision. And I don't know about, I am going to study about this party, but my only thing is Modi ji is very strong. He's a very strong leader. That's the only reason I came to this party. That's all. If you have any... बहुत बहुत धन्यवाद. नो बाहर नहीं सर, बाहर निकल गया. बहुत ഈ തെരഞ്ഞെടുപ്പിൽ എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ടി വിയിൽ കണ്ടതേ ഉള്ളൂ. അതാണ് ഇത്രയും നേരമായിട്ട് ഞാൻ പറഞ്ഞത്. ഇനി മലയാളത്തിൽ പറയണം. അതായത് ഞാൻ കുറേ കാലങ്ങളായി ഈ പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണന എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോകാൻ തീരുമാനിച്ചത്. കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പരാതി കൊടുത്തു 2-3 പ്രാവശ്യം. അതിലൊന്നും ഒരു ഇത് കണ്ടില്ല. എനിക്ക് തോന്നുന്നത് നേരെ ചവറ്റുകോട്ടയിൽ പോയി എന്നാണ് എനിക്ക് KPC ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. അത് കഴിഞ്ഞ് എന്നെ തോൽപ്പിച്ച ആൾക്കാരെ തന്നെ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് എൻ്റെ മണ്ഡലത്തിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി. കാരണം അവിടെ ഒരു 4-5 പേരുടെ കയ്യിലായിപ്പോയി അധികാരങ്ങൾ. കാരണം അവരൊക്കെ അവിടെ പല നേതാക്കളാണ്. അപ്പോൾ അവരുടെയൊക്കെ ആളായിട്ട് നിന്നിട്ട് എന്നെ വല്ലാതെ ദ്രോഹിച്ച് എനിക്ക് തൃശ്ശൂർ പോകാൻ പറ്റാണ്ടായി തുടങ്ങിയ അവസാനം. അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ഇതല്ല ഞാൻ ആലോചിച്ചത്. ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്നു ഇതിൽ ചേർന്നു. ഇത്രയുള്ള അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതായിട്ടോ ഒന്നുമില്ല. പിന്നെ മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല, ഒരിക്കലും രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കോൺഗ്രസ് പ്രവർത്തകരെ പറ്റി ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലേക്കാണ്. ഇത്രയും കൊല്ലം എനിക്ക് തോന്നുന്ന ഒരാളും അങ്ങനെ, കാരണം എൻ്റെ അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ പാർട്ടി വിട്ട് പോയിട്ടില്ല. അപ്പോൾ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് വേണം ഞാൻ ഈ ഒരു പാർട്ടി മാറാൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. എന്നെ നേതാക്കൾക്ക് മനസ്സിലാവില്ല എന്നുള്ള എൻ്റെ കാര്യമല്ല. പാർട്ടി വർക്കേഴ്സ് എന്നെ വിളിക്കുന്നവർ പലരും എന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾ കൂടെ വരാം, ചേച്ചി ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ധൈര്യം തരുന്നുണ്ട്. नो क्वेश्चन आंसर. थैंक यू. सर सामने देखो. പാർട്ടി എനിക്ക് മത്സരിക്കാൻ സീറ്റ് തന്നപ്പോഴെന്നെ പാർട്ടി എന്നെ തോൽപ്പിച്ചു. പേരുകൾ ഏതെങ്കിലും കാലത്ത് ഞാൻ പറയാം. थैंक यू. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? അദ്ദേഹം ഈ TV-യിലിരുന്ന നേതാവായതാ. അദ്ദേഹം എന്നോട് അത് പറയണം. അല്ല, ഇതുവരെ അങ്ങനത്തെ സംസാരം പോലും നടന്നിട്ടില്ല.
അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ മാഡം ഫോട്ടോ നമുക്ക് ഇനി കാണാം. കഴിയുന്നതും ആരും പറയുന്നു. പത്മജ വേണുഗോപാൽ BJP അംഗമായിരിക്കുന്നു. പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ BJP ആസ്ഥാനത്തെത്തിയാണ് അവർ അംഗത്വമെടുത്തത്. കേരളത്തിൽ വലിയ ചലനം ഇതിലൂടെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രകാശ് ജാവദേക്കർ പറഞ്ഞത്. കേരളത്തിൽ ഇത്തവണ ചരിത്രം സൃഷ്ടിക്കും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ കോൺഗ്രസിൽ സന്തുഷ്ടയായിരുന്നില്ല എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. പലകുറി പാർട്ടിയോട് പരാതികൾ പറഞ്ഞു. പക്ഷേ ആ പരാതികളെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് എറിയുകയാണ് നേതൃത്വം ചെയ്തത്. ഹൈക്കമാൻഡ് ആകട്ടെ തനിക്ക് കൂടിക്കാഴ്ചയ്ക്കൊരു സമയം പോലും അനുവദിച്ചില്ല തുടങ്ങിയ പരാതികൾ അവർ പറയുന്നു. ഇതാദ്യമായാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസിൽ മാത്രം പ്രവർത്തിച്ച് താൻ പാർട്ടി മാറുന്നത്. മോദിയെ ശക്തനായ നേതാവ് എന്നുകൂടി പത്മജ വേണുഗോപാൽ വിശേഷിപ്പിക്കുന്നുണ്ട്. തൻ്റെ പിതാവും കോൺഗ്രസിൽ അസംതൃപ്തനായിരുന്നു. ആ തരത്തിലേക്ക് മോശമായ അനുഭവങ്ങൾ തനിക്കുണ്ടായി, പിതാവിനുണ്ടായ അതേ രീതിയിൽ തന്നെയുള്ള അനുഭവങ്ങൾ തനിക്കുമുണ്ടായി. ഇപ്പോൾ ശക്തമായൊരു നേതൃത്വം കോൺഗ്രസിനില്ല. എന്നാൽ നരേന്ദ്രമോദി ആകട്ടെ അതിശക്തനായൊരു നേതാവാണ്. സോണിയാഗാന്ധിയുമായി തനിക്കുള്ള അടുപ്പം കൂടി പത്മജ വേണുഗോപാൽ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. തന്നെ പാർട്ടി മത്സരിക്കാൻ നിയോഗിച്ചെങ്കിൽ അതേ പാർട്ടി തന്നെ പരാജയപ്പെടുത്തി. ആരൊക്കെ പരാജയപ്പെടുത്തി എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നേതൃത്വത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നേതൃത്വം ആ പരാതി അവഗണിച്ചു. പേരുകളൊക്കെ ഏതെങ്കിലും ഒരു അവസരത്തിൽ താൻ പുറത്തുവിടും എന്നും പത്മജ വേണുഗോപാൽ പറയുന്നു. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഏത് തരത്തിലേക്കാണ് താൻ പാർട്ടി വിടുന്നത്, കോൺഗ്രസ് വിടുന്നത്, BJPയിൽ അംഗമാകുന്നത് എന്നത് ഒരിക്കൽ കൂടി പത്മജ വേണുഗോപാൽ വിശദീകരിച്ചിരിക്കുകയാണ്. അത് പിതാവിനുണ്ടായ അതേ അസംതൃപ്തി, അതേ അനുഭവം, അവഗണന അതെല്ലാം തനിക്കും നേരിടേണ്ടി വന്നു എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ അടുത്ത നടപടികളൊക്കെ എന്താകും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്നും വ്യക്തതയില്ല എന്നും അവർ പറയുന്നുണ്ട്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഇനി അടുത്ത് ഉയരുന്ന ചോദ്യം എന്താണ് BJP പത്മജ വേണുഗോപാലിലൂടെ കാണുന്ന രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ് ഇനി ഉയരുന്ന ചോദ്യം. എന്തായാലും അത് ഏത് തരത്തിലായിരിക്കും പ്രയോഗിക്കുക? ഒരു പക്ഷേ ഈ ചാലക്കുടി സീറ്റ്, ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം രാജ്യസഭയിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. കാരണം മുൻപ് ലോക്സഭാ സീറ്റിൽ മത്സരിച്ചിരുന്നെങ്കിലും പത്മജ വിജയിച്ചിരുന്നില്ല. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്മജയ്ക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അത് തന്നെയാണ് ഒരു ശക്തമായ ഒരു വിമർശനമായി കോൺഗ്രസിന് നേരെ പത്മജ വേണുഗോപാൽ ഉയർത്തുന്നത്. അതായത് കഴിഞ്ഞ തവണ താൻ പരാജയപ്പെടുന്നത് 1000 വോട്ടുകൾക്കാണ്. അത് കോൺഗ്രസ് പാർട്ടിയാണ് തന്നെ പരാജയപ്പെടുത്തിയത്. അതിനെതിരെ നടപടി സ്വീകരിക്കാൻ പല തവണയായി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് പത്മജ വേണുഗോപാൽ അല്പം മുൻപ് പറഞ്ഞത്. ഒപ്പം തന്നെ കോൺഗ്രസിന് ഒരു ശക്തമായ നേതൃനിരയില്ല. അതിന്റെ നേതൃത്വം, ഒരു ശക്തമായ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കില്ല. എന്നാൽ BJPയിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. മോദി ശക്തനായ ഒരു നേതാവാണ്. മോദിയുടെ പല പ്രവൃത്തികൾ തന്നെ ഇതിനു മുൻപ് തന്നെ ആകർഷിച്ചിട്ടുണ്ടെന്ന് കൂടി പത്മജ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും ഓർത്തുവെക്കേണ്ടത്, പല ഘട്ടത്തിൽ പത്മജ പറഞ്ഞിട്ടുള്ളത് താൻ മരിക്കുന്നതുവരെ കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നുള്ള കാര്യങ്ങളാണ്. എന്തായാലും അതെല്ലാം, അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ അവസാനം പറഞ്ഞത്, അതായത് പാർട്ടി തന്നെയാണ് തനിക്ക് ഈ ഒരു ഇടം തന്നത്, പക്ഷേ പലതരത്തിലുള്ള സ്ഥാനങ്ങൾ തന്നത്. അതേ പാർട്ടി തന്നെ പലതരത്തിൽ ഈ പറഞ്ഞ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. തന്നെ ദ്രോഹിച്ചവരുടെ പേരുകൾ ഒരു ഘട്ടത്തിൽ പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതിന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് വലിയ, അതായത് BJP ഇനി ഏത് ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും പത്മജ വേണുഗോപാലിനെ കോൺഗ്രസിനെതിരായ ഒരു ആയുധമാക്കി മാറ്റുക എന്നതടക്കം കാത്തിരിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.